സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ ബൈപ്പാസിൻ്റെ വീഡിയോ അപ്ഡേറ്റ്സുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ സുഹൃത്തുക്കളെ, നിങ്ങൾ മൊബൈലിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കുമല്ലോ. കാരണം നിങ്ങൾക്ക് അതിൻ്റേതായ ഭംഗിയിൽ വീഡിയോ ആസ്വദിക്കാൻ സാധിക്കും. നമ്മുടെ പാപ്പിനിശ്ശേരിയിൽ നിന്നും തുടങ്ങുന്ന കണ്ണൂർ ബൈപ്പാസ് പുല്ലൂപ്പിക്കടവ്, വാരം തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ കടന്നുപോയി നിലവിലെ നാഷണൽ ഹൈവേ കീഴ്ത്തളിയിലാണ് സമാപിക്കുന്നത്. പൂർണ്ണമായും കണ്ണൂർ ടൗൺ ടച്ച് ആവാണ്ട് പുല്ലൂപ്പിക്കടവ് എന്ന മനോഹരമായ സ്ഥലത്തോടു കൂടിയാണ് ഈ പാത കടന്നു പോകുന്നത്. അപ്പോൾ കണ്ണൂരിൻ്റെ ടൂറിസം മേഖലയ്ക്ക് നല്ലൊരു മുതൽക്കൂട്ടാകും. നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ പാതയിലൂടെ റോഡ് വന്നാൽ യാത്ര ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം, കണ്ണൂർ ടൗണിലെ ട്രാഫിക് ബ്ലോക്ക് പകൽ സമയങ്ങളിൽ പുതിയ തെരു മുതൽ മേലെ ചൊവ്വ വരെ നല്ല ബ്ലോക്കാണ് അനുഭവപ്പെടുക. അപ്പോൾ ദീർഘയാത്ര ചെയ്യുന്നവർക്കും ടാങ്കർ ലോറി മുതലായവർക്കും ഈ പാത വന്നാൽ സുഖമായിട്ട് ഇതിലെ കൂടി യാത്ര ചെയ്യാൻ സാധിക്കും. വളപട്ടണം പുഴയ്ക്ക് കുറുകെയായിട്ടാണ് ആദ്യ പാലം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഗർഡർ വെച്ചിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങൾക്ക് പൈലിംഗ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. പിയർ ക്യാപ്പിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. എന്നിരുന്നാലും എന്തായാലും ഒരു 2 വർഷം എടുക്കും കേട്ടോ ഈ പാത പൂർത്തിയാകാൻ വേണ്ടിയിട്ട്. കാരണം നല്ല കണ്ടൽ കാടുകളും ചതുപ്പ് പ്രദേശങ്ങളും കൂടിയാണ് ഈ പാത കടന്നു പോകുന്നത്. അപ്പോൾ ഒരുപാട് ടാസ്ക് പിടിച്ച പണിയാണ് നമ്മുടെ വിശ്വസമുദ്രയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ വളപട്ടണം പാലം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ കോട്ടക്കുന്ന് എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ചെറിയ കുന്ന് പോലത്തെ സ്ഥലമാണ് കേട്ടോ. ഇവിടെ കുറച്ച് ഇടിച്ച് നിരപ്പാക്കിയിട്ട് ഇവിടെ ഓവർ പാസ്സാണ് വരുന്നത്. ഈ കോട്ടക്കുന്ന് ഭാഗത്തുനിന്ന് നമ്മുടെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. കോട്ടക്കുന്ന് കുറച്ച് ഉയരത്തിലാണ് വരുന്നത്. കോട്ടക്കുന്ന് കഴിഞ്ഞ് മണ്ണെടുക്കുന്ന വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുമ്പിലായിട്ട് കാണുന്നത് ഒരു വയഡക്റ്റാണ്. അവിടെ വലതുവശത്തായിട്ട് കോൺക്രീറ്റ് വർക്കുകളൊക്കെ ഫിനിഷായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഇടതുവശത്തായിട്ട് ഗർഡർ ലോഞ്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ തൂണിൻ്റെ വർക്കൊക്കെ ഫിനിഷായിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മുതൽ പുല്ലൂപ്പി കടവ് സ്റ്റാർട്ടായിരിക്കുകയാണ്. ഇവിടെ മണ്ണിട്ട് ഉയർത്തി അതിന് മുകളിലായിട്ടാണ് കേട്ടോ വയഡക്റ്റ്. ഈ ചതുപ്പ് പ്രദേശത്ത് മണ്ണിട്ട് ഉയർത്തി മാത്രം റോഡ് നിർമ്മിക്കുക എന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് ഈ ഭാഗങ്ങളിലായിട്ട് ഒരുപാട് ചെറുതും വലുതുമായ വയഡക്റ്റും ഓവർപാസും അണ്ടർപാസും ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ ഭാഗത്തിലായിട്ട് വിശ്വസമുദ്ര ഈ വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നത്. കാരണം നല്ല ചതുപ്പുള്ള പ്രദേശമാണ്. കൂടാതെ കോൺക്രീറ്റ് ചെയ്യാതെ GSPയിൽ സിമെൻറ്റും എംസാൻഡും മിക്സ് ചെയ്തിട്ട് ജിയോ ഷീറ്റിലാക്കിയിട്ടാണ് ഇവിടെ വർക്ക് നടക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് നടക്കുന്നത്. കുറച്ച് ഭാഗങ്ങളിലായിട്ട് വെറ്റ് മിക്സിൻ്റെ വർക്ക് നടക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു വയഡക്റ്റ് വരുന്നുണ്ട്. ഇവിടെ 2 സ്പാനുകൾക്കിടയിൽ ഗർഡർ സ്ഥാപിച്ചിരിക്കുന്ന വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. മണ്ണിട്ട് ഉയർത്തി അതിന് മുകളിലായിട്ടാണ് ഇവിടെ വയഡക്റ്റ് വരുന്നത്. വയഡക്റ്റ് വർക്ക് കഴിഞ്ഞാൽ ഇവിടെ മണ്ണ് അവിടെ നിന്ന് എടുത്ത് നീക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഗർഡറുകൾ വർക്ക് കഴിഞ്ഞ് വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മണ്ണെടുക്കുന്ന വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു ഓവർപാസ് വരുന്നുണ്ട് കേട്ടോ. ഓവർപാസിൻ്റെ വർക്ക് ഫിനിഷ് ആയിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ ഇപ്പോൾ നല്ല മഴയാണ്. മഴയത്ത് നമ്മൾ മണ്ണൊക്കെ സ്പ്രെഡായിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ടാസ്ക് പിടിച്ച പ്രദേശമാണ്. എന്ന് പറഞ്ഞാൽ ചതുപ്പ് നിറഞ്ഞ പ്രദേശമാണ്. ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മളെ കണ്ണാടിപ്പറമ്പ് പോകുന്ന റൂട്ടാണ് കേട്ടോ ഇത്. ഇവിടെയും ഒരു വയഡക്റ്റ് വരുന്നുണ്ട്. ഒരു ഭാഗത്തായിട്ട് കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളിലായിട്ട് വയഡക്റ്റ് ലോഞ്ചിങ് കഴിഞ്ഞ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഇടതുവശത്തായിട്ട് ഇപ്പോൾ പിയർ ക്യാപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഭാഗത്തായിട്ട് പിയർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഗർഡർ വെക്കുന്ന പണി ഇനിയും പുരോഗമിക്കാൻ ബാക്കിയുണ്ട്. ഇത് കഴിഞ്ഞ് മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ നമ്മൾ പുല്ലൂപ്പിക്കടവ് കഴിഞ്ഞ് വാരം ഭാഗത്തോട്ട് പ്രവേശിക്കുകയാണ് കേട്ടോ. ഇവിടെ മുതൽ കായൽ കഴിഞ്ഞ് നമുക്ക് കുന്നുള്ള പ്രദേശത്തോട്ട് പോവുകയാണ്. ഇവിടെ ഒരു ഹൈ ടെൻഷൻ ലൈൻ വരുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഡ്രോൺ പൊക്കാം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകട്ടോ ഡ്രോണ്. ഈ ഭാഗത്തായിട്ട് കുന്നിടിച്ചിട്ടാണ് കേട്ടോ റോഡ് നിർമ്മിക്കുന്നത്. ഇവിടെ കുറച്ച് താഴ്ചയിലാണ് റോഡ് വരുന്നത്. കുറച്ച് ഭാഗങ്ങളിലായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു അണ്ടർ പാസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും മണ്ണെടുത്തിട്ട് ഇവിടെ റോഡ് വർക്ക് പുരോഗമിക്കുകയാണ്. ഇവിടെ മുതൽ വാരം ജംഗ്ഷനിലേക്കുള്ള വാരം അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡാണ് കേട്ടോ. ഇവിടെ മെറ്റൽ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് വാരം അണ്ടർപാസിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ വർക്ക് നടന്ന് ഈ ഭാഗത്തായിട്ട് വർക്ക് കാണുന്നില്ല. ഒരു ഹൈ ടെൻഷൻ കമ്പിയുണ്ട്, കുറച്ച് പൊക്കാട്ടോ ഡ്രോണ്. ഇപ്പോൾ 3 സ്പാനുള്ള ഒരു അണ്ടർപാസാണ് ഈ വാരം ജംഗ്ഷനിൽ വരുന്നത്. വാരം അണ്ടർ പാസ് കഴിഞ്ഞ് കോൺക്രീറ്റ് വർക്കൊക്കെ ഫിനിഷ് ആയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് മുമ്പിലായിട്ട് ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് കേട്ടോ. അണ്ടർ പാസ് കഴിഞ്ഞ് ഇപ്പോൾ മുകളിലായിട്ട് ടാറിംഗ് പ്രവൃത്തികളൊക്കെ കുറച്ച് ഭാഗങ്ങളിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഭാഗത്തായിട്ട് കുന്ന് ഇടിച്ചിട്ട് കുറച്ച് താഴ്ചയിലാണ് കേട്ടോ റോഡ് വരുന്നത്. ഇവിടെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. 2 ഭാഗത്തായിട്ട് സോയിൽ നെയിലിംഗ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് മുമ്പിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു വയഡക്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ തൂണിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഗർഡർ വർക്ക് വെക്കുന്ന വർക്കൊന്നും തുടങ്ങിയിട്ടില്ല ഇതുവരെ. വയഡക്റ്റ് കഴിഞ്ഞ് കുറച്ച് മുമ്പിലോട്ട് വരുമ്പോഴേക്ക് ഒരു കുന്നാണ് കേട്ടോ. ഈ കുന്ന് ഇടിച്ചിട്ട് കുറച്ച് താഴ്ചയിലാണ് റോഡ് വരുന്നത്. ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇടതുവശത്തായിട്ട് സിമെൻറ്റ് സ്പ്രേ ചെയ്ത കാഴ്ച കാണാം. ഇവിടെ കുറച്ച് മുമ്പിലോട്ട് വരുമ്പോൾ വീണ്ടും ഒരു വയഡക്റ്റാണ് കേട്ടോ. ഇവിടെ ചതുപ്പ് പ്രദേശമാണ്, വയലിൻ്റെ പ്രദേശമാണ്. അപ്പോൾ നമ്മുടെ ഇടതുവശത്തായിട്ട് ഇപ്പോൾ ഗർഡർ ലോഞ്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങളിലായിട്ട്. ഇവിടെ ചെറിയൊരു തോട് പോകുന്നുണ്ട് കേട്ടോ. ഈ തോടിന് കുറുകെ ഒരു പാലം വരുന്നുണ്ട്. പാലത്തിൻ്റെ പില്ലറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് നല്ല ചതുപ്പുള്ള പ്രദേശമാണ്. ഇപ്പോൾ നിലവിൽ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് നടക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ മഴ കാരണം വർക്ക് പെൻഡിങ് ആണ്. കാര്യമായ വർക്ക് പുരോഗതി ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മളങ്ങനെ തിലാനൂർ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് കേട്ടോ. 4 സ്പാനോട് കൂടിയ വലിയ അണ്ടർ പാസ്സാണ് ഇവിടെ വരുന്നത്. അണ്ടർപാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ താഴെ കൂടി വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. തിലാനൂർ അണ്ടർപാസ് കഴിഞ്ഞ് കുറച്ച് ഭാഗങ്ങളിലായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ നടന്നുകൊണ്ടുണ്ട്. വലതുവശത്തായിട്ട് ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ പണി. നമുക്ക് ഈ ഭാഗം നമ്മുടെ വലതുവശത്തായിട്ട് ഇപ്പോൾ വെള്ളം കെട്ടി കിടക്കുന്ന കാഴ്ച കാണാം. ഈ ഭാഗത്ത് കുന്ന് ഇടിച്ച് നിരപ്പാക്കിയിട്ട് വേണം റോഡ് ഉണ്ടാക്കാൻ. നല്ല ഉയരമുള്ള പ്രദേശമാണ്. ഈ ഭാഗങ്ങളിൽ മണ്ണെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നമ്മളങ്ങനെ മുട്ടോളം പാറ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഓവർ പാസ് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നല്ല കുന്നൊക്കെ ഇടിച്ചിട്ട് നല്ല താഴ്ചയിലാണിപ്പോൾ നിർമ്മിക്കുന്നത്. ഇവിടെ ഈ ഇടതുവശത്തായിട്ടൊരു വീട് താഴ്ന്നു പോയ കാഴ്ച ഉണ്ടാകുന്നത്. ഏകദേശം ഒരു 2 ആഴ്ചക്ക് മുമ്പ് നല്ല മഴയത്ത് മണ്ണ് ഇടിച്ചിലുണ്ടായിട്ട് ഈ വീടിങ്ങനെ താഴ്ന്നിട്ട് വന്നതാണ്. നമ്മൾ ന്യൂസിലൊക്കെ കാഴ്ച കണ്ടിട്ടുണ്ടാവും.
മുട്ടോളം പാറ കഴിഞ്ഞ് മുമ്പിലോട്ട് വരുമ്പോൾ ഈ ഭാഗങ്ങളിലായിട്ട് മണ്ണെടുക്കുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ കീത്തള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കീത്തള്ളിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ടൊരു 500 മീറ്റർ വയഡക്റ്റ് വരുന്നുണ്ട്. കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഗർഡറുകൾ സ്ഥാപിച്ചിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. പിയറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളിൽ പിയർ ക്യാപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലതുവശത്തായിട്ട് ഗർഡറുകൾ പണി കഴിച്ചു വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും ഒരുപാട് സ്പാനുകളുടെ മുകളിൽ ഗർഡറുകൾ സ്ഥാപിക്കാനുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കണ്ണൂർ ബൈപ്പാസിലെ പാപ്പിനിശ്ശേരിയിൽ നിന്ന് തുടങ്ങി കീത്തള്ളി വരെയുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തന്ന് നിങ്ങളുടെ വിലയേറിയ കമൻ്റ് ഒന്ന് രേഖപ്പെടുത്തണേ. കൂടാതെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സുമായി കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.